മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് മുമ്പിൽ നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ചോ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട്ടുള്ള ദൈവജനത്തോടു കൂടെ കർത്താവിനെ ആരാധിപ്പാൻ സാധിച്ചു. ഇന്ന് ഇവിടെ ഉള്ള സഭയിൽ കടന്നു വന്ന് വീണ്ടും ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് നമ്മെ അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായും സ്നേഹയുടെ ജീവചരിത്രം അല്ലെങ്കിൽ അവരുടെ അനുഭവ സാക്ഷ്യം കേട്ടപ്പോൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ വളരെ അതിശയകരമായി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായിട്ടുള്ള നന്മകൾ നമുക്ക് നൽകിത്തരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഒരു പക്ഷെങ്കിൽ വഴി ഇല്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അനേക സന്ദർഭങ്ങൾ വരുമ്പോഴും കർത്താവ് നമ്മളെ ആ കൈപിടിച്ച് നടത്തുന്നു. തീർച്ചയായും ദൈവത്തിന് നന്ദിയോടുകൂടി നമുക്ക് ആയിരിക്കാം. ഞാൻ ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമ്മൾ പലപ്പോഴും നോഹയുടെ ഹിസ്റ്ററി, നമുക്ക് അതിൻ്റെ സ്റ്റോറിയൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇല്ല, അതിൻ്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 37 to 39. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 39 വരെ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആവും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്തെ നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുമ്പോഴും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെയാണ്. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളൂ, മറ്റവനെ ഉപേക്ഷിക്കും. അപ്പോൾ ഈ നോഹയുടെ ചരിത്രം നമുക്ക് അറിയാം. നോഹയ്ക്ക് മുമ്പ് ആദാം മുതൽ നോഹ വരെ ഒരു കാലഘട്ടമാണ്. നോഹയ്ക്ക് ശേഷം മറ്റൊരു കാലഘട്ടമാണ്. വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതിന് ശേഷം സംഭവിച്ചത്. നമുക്കറിയാം, ഈ നോഹയ്ക്ക് ശേഷം നോഹയുടെ കാലത്ത് ശേഷം ഉണ്ടായ ആ വെള്ളപ്പൊക്കവും അതിനോടനുബന്ധിച്ചുണ്ടായ കാര്യങ്ങളൊക്കെ നാം പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അനേക കാര്യങ്ങൾ പുതുതായി സംഭവിച്ചതായിട്ട് നമുക്കറിയാം. ഒന്ന്, അവരുടെ ആയുസ് കുറഞ്ഞു. നോഹയുടെ പിതാവ് അല്ലെങ്കിൽ വല്യപ്പച്ചനായ മെതുശലഹൊക്കെ 969 വർഷമാണ് ജീവിച്ചിരുന്നത്. അതിനുശേഷം ഇത് കുറഞ്ഞ് ദൈവം അവരുടെ ആയുസ് കുറച്ചു. മനുഷ്യൻ്റെ ആയുസ് ദൈവം കുറച്ചു. കാരണം ദൈവം കണ്ടത് മനുഷ്യൻ്റെ ദുഷ്ടത വലിയത്, അവൻ്റെ നിരൂപണം ദോഷം എന്നൊക്കെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ ആ സാമൂഹ്യ പശ്ചാത്തലം നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ആക്ച്വലി മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം അനുതപിച്ചു എന്നവിടെ വായിക്കുന്നുണ്ട്. ദൈവം അനുതപിച്ചു. മറ്റേതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ദൈവം അനുതപിച്ചു, അയ്യോ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം എന്ന് ദൈവം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ ദൈവം ഒരു ജനതയെ മുഴുവൻ നശിപ്പിച്ചു കളയുകയാണ്. സർവ്വജനത്തെയും, നോഹയുടെ കുടുംബം ഒഴികെ സർവ്വ മാനവജാതിയെയും സർവ്വ മൃഗങ്ങളെയും സർവ്വ ചരാചരങ്ങളെയും സർവ്വ വൃക്ഷങ്ങളെയും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. നമുക്കറിയാം, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ മഴ പെയ്താൽ എങ്ങനെയാണ് ഇത്രയും ഈ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ മുങ്ങുന്ന രീതിയിൽ എങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പറ്റുമെന്ന് ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. 40 ദിവസം മഴ പെയ്ത ഈ ലോകം മുഴുവൻ മുങ്ങുമോ? പക്ഷെ മഴ പെയ്തത് മാത്രമല്ല അവിടെ സംഭവിച്ചത്. ഈ ഭൂമിയുടെ ഉറവുകൾ തുറന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് ഒരു ദിവസത്തിൽ. അപ്പോൾ കടലിലെയും ഞങ്ങളുടെ ഒരു വീട്ടിലൊരു കുളമുണ്ട്. അത് വറ്റിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് അത്രയും വെള്ളം നിറയും. ഇതെവിടുന്ന വെള്ളം വരുന്നത് നമുക്കറിയത്തില്ല. ഭൂമിയുടെ അടിയിൽ
അതുപോലെ വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഈ മഴ പെയ്തത് കൂടാതെ ഈ ഭൂമിയിൽ നിന്നുള്ള ഉറവുകൾ, സർവ്വ ഉറവുകൾ, നമുക്കറിയാം കിണറ്റിൽ ഉറവുണ്ട്, കുളത്തിൽ ഉറവുണ്ട്, ഈ സമുദ്രത്തിനടിയിൽ എല്ലാം ഉറവുകളുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഭൂമി അത്രയും വെള്ളം വന്ന് നിറഞ്ഞത്. നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം നമുക്കറിയാം, നമ്മൾ പലരും കണ്ടതാണ്. എങ്ങനെയാണ് അവിടെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാപ്രളയമാണ് അന്ന് ഉണ്ടായത്. അപ്പോൾ ഈ ദൈവം ഭൂമിയെ കംപ്ലീറ്റ്ലി നശിപ്പിച്ചു. കാരണം മനുഷ്യൻ അത്രയ്ക്ക് ദുഷ്ടത പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറി വളരെ മ്ലേച്ഛകരമായ രീതിയിൽ ദൈവം വിചാരിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ അല്ലാതെ ദൈവത്തിനെതിരായി ശക്തിയായി പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ദൈവം അനുതപിച്ചതായിട്ടാണ് നാം വായിക്കുന്നത്. അപ്പോൾ ആ ഒരു വംശം തന്നെ, ഈ കയീന്റെ വംശം നമുക്കറിയാം, ശേത്തിന്റെ വംശത്തിൽപ്പെട്ട ആളാണ് നോഹ. അപ്പോൾ ഈ കയീന്റെ വംശം പൂർണ്ണമായിട്ട് ഇല്ലാതെയായി തീർന്നു. അവർ ദൈവസന്നിധിയിൽ വളരെ ദൈവത്തിന് പ്രതികൂലമായിട്ട് ജീവിച്ച വ്യക്തികളായിരുന്നു. അതുപോലെ വളരെ ദുഷ്ടതയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഭൂമി അത്രത്തോളം വഷളായി. അതിനെ ദൈവരാജ് ഈ കാലവുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. അതുപോലെ അതിനുശേഷമാണ് ഈ മഴവില്ല് വന്നത്. അതിനുമുമ്പ് മഴവില്ല് വന്നിട്ടില്ല, അതിനുമുമ്പ് മഴ പെയ്തിട്ടില്ല. ഈ നോഹയുടെ ആ സമയത്താണ് ആദ്യമായിട്ട് മഴ എന്താണെന്ന് അവർ മനസ്സിലാകുന്നത്. അതുവരെ മഴയില്ല, ഭൂമിയിൽ നിന്ന് ജലം പൊങ്ങി ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ അനേക കാര്യങ്ങൾ ഒരു കാലഘട്ടം കംപ്ലീറ്റ് മറിയുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷെങ്കിൽ ഇത്രയും ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും, നോഹയുടെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ട് പ്രവർത്തിച്ചെങ്കിലും നോഹയെപ്പറ്റി എന്താണ് പറയുന്നത്? നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇത്രമാത്രം വിഷമമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളും ദൈവമില്ലാതെ, ദൈവത്തെപ്പറ്റി യാതൊരു ചിന്തയുമില്ലാതെ, ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിരീശ്വരന്മാരായിട്ട് അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ആത്മീയനായിട്ട് നിഷ്കളങ്കനായിട്ട് നടന്ന് നീതി പ്രവർത്തിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിൽ അവൻ പെന്തക്കോസ്തുകാരനാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. അവൻ പെന്തക്കോസ്തുകാരനാണ്, അവനെ എന്നുവെച്ചാൽ ഒരു ലോ ഗ്രേഡായിട്ടാണ് അന്ന് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ സ്കൂളിലൊക്കെ ആരോടും പറയത്തില്ല, ഞാൻ ഇങ്ങനെ ചർച്ചയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വാസിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ മടിയാണ്. കാരണം ചുറ്റുപാടുമുള്ള പിള്ളേരെല്ലാം അടിച്ച് തകർത്ത് ആഘോഷിച്ച് എന്തും പറഞ്ഞ് സിനിമയ്ക്കും പോയി മറ്റുള്ള എല്ലാ കാര്യങ്ങളും പുകയും വലിച്ച് എല്ലാം തല്ലിപ്പൊളിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ മാത്രം ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു ബാല്യ അല്ലെങ്കിൽ ആ യൗവന കാലത്ത് നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസ ജീവിതത്തിന് അനുകൂലം അല്ല, വാസ്തവം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ ദൈവത്തിൻ്റെ കൃപ വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സമയത്താണ് ഈ ബഹുഭാര്യാത്വം തുടങ്ങിയത്. നോഹയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ആ സമയത്താണ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ അവർ എടുക്കാൻ തുടങ്ങി. അതുപോലെ സൗന്ദര്യമുള്ള ഏത് സ്ത്രീകളെയും ഭാര്യമാരാക്കുവാനും അവരുമായിട്ട് ആ രീതിയിൽ അവിഹിതമായിട്ടുള്ള ബന്ധം പുലർത്താനും എല്ലാം ഈ നോഹയുടെ സമയത്ത് ആണ് ഇതെല്ലാം നടക്കുന്നത് നമുക്ക് അറിയാം. ഞാൻ ചില വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാം. 5-ാം വാക്യവും 9-ാം വാക്യവും ഒന്ന് വായിക്കാം. Genesis chapter 6 verse 5 and 9. ഇത്രയൊക്കെ പ്രശ്നമായിട്ടും നോഹയ്ക്ക് യഹോവയുടെ
കൃപ ലഭിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 11:7. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്കറിയാം, അനേക വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ നമുക്കവിടെ കാണുവാൻ കഴിയും. അനേകം പേരുടെയാണ്, ഞാൻ മറ്റുള്ള ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഈ നോഹ, വിശ്വാസവീരൻ. വളരെ വിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന, ദൈവ വഴിയിൽ ദൈവത്തോട് കൂടെ നടന്ന വ്യക്തിയായിരുന്നു ഈ നോഹ. കാരണം എന്താ? അത് ആക്ച്വലി നോഹ താമസിച്ചിരുന്ന ഒരു ഉയർന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ സമുദ്രമില്ല, അവിടെ നദികളില്ല, അവിടെ വെള്ളം പൊങ്ങാനുള്ള യാതൊരു സാധ്യതകളും ആ ഭാഗത്തില്ല. പക്ഷെങ്കിൽ ദൈവം നോഹയോട് പറഞ്ഞു, ഇങ്ങനെ നീ ഒരു പെട്ടകം പണിയണം, ഞാൻ ജലപ്രളയം ഉണ്ടാക്കും, വെള്ളം ഇങ്ങനെ പൊങ്ങും എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായും നോഹ, നമുക്കറിയാം, നോഹ നീതി പ്രസംഗിയ നോഹ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. നോഹ അനേകം പേരോട് പോയി പറഞ്ഞു, ജലപ്രളയം വരുന്നു, ഞാൻ പെട്ടകം പണിയുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു ഭാവനയിൽ കാണും, നോഹയുടെ മക്കള് അവിടെ സ്കൂളുണ്ടെന്ന് വെച്ചോ, സ്കൂളിൽ പോയി നിന്റെ ഫാദർ എന്താ ചെയ്യുന്നത്? പുള്ളി ഒരു പെട്ടകം പണിയുക. എന്തിനാ പെട്ടകം? അതിങ്ങനെ വെള്ളപ്പൊക്കം വരും. എവിടെ? ഈ മലയുടെ മണ്ടയ്ക്കോ? അപ്പോൾ തീർച്ചയായും ഈ മക്കളെ അവർ തീർച്ചയായും കളിയാക്കി കൊന്നു കാണും. നല്ല പിള്ളേരാ, പക്ഷേ ഇവൻ്റെ അപ്പന് ചെറിയ കിറുക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രാന്താണ് എന്ന് തീർച്ചയായിട്ടും അവർ പറഞ്ഞു കാണും, യാതൊരു സംശയമില്ല. കാരണം ഇത്രയും വെള്ളം പൊങ്ങി ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പെട്ടകം പണിത് അവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നോഹ എന്തോ പറഞ്ഞു? വെള്ളം ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. ഇത് വെള്ളത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകണം. നമുക്കറിയാം, കപ്പലും ഈ ബോട്ടുകളൊക്കെ പണിയുന്നത് കടൽത്തീരത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ്, വെള്ളത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് ഈ കപ്പലൊക്കെ പണിത് എന്നിട്ട് തെള്ളി വെള്ളത്തിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ വലിയൊരു പെട്ടകം. ആ പെട്ടകത്തിന് അളവ് നമുക്കറിയാം, 300 മുഴം നീളം, 50 അടി വീതി, 30 മുഴം ഉയരം, 3 തട്ടായിട്ട് വലിയൊരു പെട്ടകം ആണ്. ഇത്രയും മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ഇതിനകത്ത് കയറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ നോഹയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞാണ്, യാതൊരു സംശയമില്ല. കാരണം ഈ മലയുടെ മണ്ടയ്ക്ക് വെള്ളം പൊങ്ങി വരണമെങ്കിൽ എന്തുമാത്രം വെള്ളം എവിടെ നിന്നൊക്കെ വന്നാൽ പറ്റും ഈ ഒരു ഭൂമി ഒരു നിരപ്പിൽ വെള്ളം നിറയണമെങ്കിൽ. പക്ഷെങ്കിൽ അത് സംഭവിച്ചു. വാസ്തവം പറഞ്ഞാൽ നോഹയുടെ മക്കളും ഇത് വിശ്വസിച്ച് ഈ പെട്ടകം പണിയാൻ കൂടി കാണും, യാതൊരു സംശയവുമില്ല. അവർ പറഞ്ഞാണ്, നീ ഗോഫർ മരത്തിൻ്റെ നീ എന്നൊരു അവിടെ മരം വെട്ടി ഇന്നത് കൊണ്ടുപോകാം, പലക കൊണ്ടുപോകാം, നമുക്ക് പെട്ടകം പണിയാൻ. അവർ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അല്ലെ, നോഹ ഒറ്റയ്ക്ക് പെട്ടകം പണിതൊന്നും അവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ തീർച്ചയായും ഈ നോഹയുടെ മക്കളും ഇത് വിശ്വസിച്ചു. അതാണ് ഏറ്റവും വലിയ അതിശയം. നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ഓരോ അടുത്ത തലമുറ വരുന്തോറും വിശ്വാസം കുറഞ്ഞുകൊണ്ട് വരുന്ന സാഹചര്യമാണ് കാണുന്നത്. ഓരോ തലമുറ കഴിയുന്തോറും വിശ്വാസത്തിൻ്റെ വ്യാപ്തി അല്ലെ തീഷ്ണത കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ ഈ നോഹയുടെ മക്കൾ തീർച്ചയായും ആ അപ്പനെ സഹായിച്ചും കൊണ്ട് ഈ കാര്യങ്ങൾ, നോഹയ്ക്ക് ദൈവവുമായിട്ട് അടുപ്പമുണ്ട്, എൻ്റെ പിതാവ് ഒരു ദൈവഭക്തനായ മനുഷ്യനാണ്, അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ദൈവവുമായിട്ട് നല്ലൊരു അടുപ്പമുണ്ട്, അദ്ദേഹം ദൈവപുരുഷനാണ്, ദൈവമകനാണ്, അപ്പോൾ ദൈവം അങ്ങനെ നോഹയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അത് യാതൊരു ഒരു സംശയമേ അവർക്ക് ഇല്ലായിരുന്നു. നമ്മുടെ മക്കൾ, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതുപോലൊരു കാര്യം, ആത്മീയമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളോട് അടുത്ത തലമുറയോടൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ മനുഷ്യർ ഇത്രയും പുരോഗമിച്ച ഈ സമയത്ത് ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ ദൈവം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നുള്ള രീതിയിൽ അനേക തലമുറകൾ ദൈവത്തിൽ നിന്ന് വിട്ടകന്ന് അനേക പള്ളികൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അടച്ചുപൂട്ടുന്നതായിട്ടാണ് പറയുന്നത്. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവം എന്നൊരു സങ്കല്പമാണെന്ന് ചിന്തിച്ച് അനേകം മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ അതിനിടയിലാണ് ഈ നീതിപ്രസംഗിയായ നോഹയും കുടുംബത്തെ ദൈവം വേർതിരിക്കുന്നത്. നമ്മളും ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ്. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ അനേകം ലക്ഷങ്ങൾ, കോടികൾ ദൈവത്തെ അറിയാതെ നടക്കുമ്പോൾ ദൈവം നമ്മെ ഭാഗ്യകരമായ ഈ ഒരു പ്രത്യാശയിലേക്ക് നമ്മെ വിളിച്ച് ചേർത്തിരിക്കുകയാണ്. അനേകം ഒരു കളിയാക്കുമായിരിക്കും, ശരിയാ, എന്തോ കാര്യം, ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മെ താറടിക്കുകയും നമ്മളെ വിമർശിക്കുകയും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഒന്നും നിരാശപ്പെടേണ്ടതില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഏതിലാണ് അത് നാം ആശ്രയിച്ചിരിക്കുന്നത്? ദൈവത്തിലാണ്. തീർച്ചയായും നമുക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ഈ ലോകത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ അസുഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെങ്കിൽ ഇതൊക്കെ കർത്താവ് മാറ്റിത്തരും. കർത്താവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ എൻ്റെ ഈ ശരീരം മാറി ഈ നല്ല തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഞാൻ കർത്താവിനോടുകൂടി എന്നും ജീവിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോട്ടെ. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു ഇതിലേക്ക് അന്ത്യകാലമായിട്ട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ ആണ് ഞാൻ അടുത്തായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ നോഹയുടെ കാലത്തെ മനുഷ്യരുടെ സ്ഥിതിയും ഇപ്പോഴത്തെ മനുഷ്യരുടെ സ്ഥിതിയും തമ്മിൽ നാം താരതമ്യം ചെയ്യുവാണെങ്കിൽ അനേക സാമ്യങ്ങളുണ്ട് അതിനകത്ത്. അനേക മണ്ഡലങ്ങളിൽ ഇതുപോലത്തെ ഇപ്പോഴത്തെ മനുഷ്യരുടെ ചിന്തകൾ നമുക്ക് പത്രം എടുത്ത് വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ വയലൻസാണ് നടക്കുന്നത്. പിതാവ് മകനെ വെട്ടിക്കൊല്ലുന്നു, മകൻ പിതാവിനെ വെട്ടിക്കൊല്ലുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തും ആളുകൾ ചെയ്യും. മയക്കുമരുന്നിന് അടിമകളൊക്കെ ആയിട്ട് ഏത് അക്രമ പ്രവൃത്തിയും ആളുകൾക്ക് ചെയ്യാൻ യാതൊരു മടിയുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ലോകത്തിനുണ്ടായ ഒരു മാറ്റം, അനുദിനം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം നമുക്കറിയാം. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് യാതൊരു വ്യവസ്ഥയുമില്ല. ഏത് സമയത്തും മഴ പെയ്യാം. ഇപ്പം തന്നെ മഴക്കാലത്തിൻ്റെ പകൽ സമയത്തെ ചൂടെന്ന് പറയുന്നത് അതിഭയങ്കരമായ ചൂടാണ്. സാധാരണ മഴക്കാലത്തൊക്കെ വളരെ തണുത്ത കാലാവസ്ഥയാണ്. അതുപോലെ മഴ പെയ്യുവാണെങ്കിൽ ശക്തിയായിട്ടുള്ള മഴയാണ്. യാതൊരു കാലത്തിന് ഒരു മഴക്കാലം എന്നൊരു പ്രത്യേക കാലമില്ല. ഇപ്പോൾ എനിക്കൊന്ന് മെയ് മാസം മുതൽ മിക്കവാറും ഡിസംബർ വരെ മഴ അങ്ങ് പെയ്യുകയാണ്. അപ്പോൾ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ നമുക്കറിയാം. എത്രമാത്രം ആളുകളാണ് അതിൽ നഷ്ടപ്പെട്ടു പോയത്. അനേക ദുരന്തങ്ങൾ, അനേകം രോഗങ്ങൾ, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ, ചിക്കൻ ഗുനിയ, നിപ്പ, കോവിഡ്, അങ്ങനെ എന്തൊക്കെ അസുഖങ്ങളാണ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഇപ്പം നിപ്പ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. ഞങ്ങൾ പഠിച്ചപ്പോഴും ഞങ്ങൾ ഒരിക്കലും പഠിച്ചിട്ടില്ല ഇങ്ങനെ ഒരു രോഗത്തെ പറ്റി. 35 വർഷം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇതെല്ലാം മറിയുകയാണ്. ലോകക്രമമേ മാറുകയാണ്. അതുപോലെ ഇപ്പോൾ പുതിയ ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കൊരു നോവൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കവിത എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇതിനോട് പറഞ്ഞാൽ മതി, മെറ്റായിയോട് പറഞ്ഞാൽ മതി, എനിക്ക് ഇന്നതിനെ പറ്റി, മഴക്കാലത്തെ പറ്റി നല്ലൊരു കവിത വേണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കവിയൊന്നും ആവണ്ട, അല്ലെങ്കിൽ നമ്മൾ ഗ്രന്ഥകാരനൊന്നും ആവണ്ട. ഒരു കവിത എഴുതി നമ്മുടെ കൈ തരും, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതി നമ്മുടെ കൈ തരും. ഇതാണ് നോവൽ. അപ്പം മനുഷ്യബുദ്ധിയുടെ ഇപ്പം അത് ആളുകൾ പേടിക്കുന്നത്, ശാസ്ത്രജ്ഞന്മാർ പേടിക്കുന്നത് മനുഷ്യബുദ്ധിയെ കവിച്ചു വെക്കുന്ന ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിട്ടുള്ള അനേകം മനുഷ്യരുടെ ബുദ്ധികൾ ഒരുമിച്ച് ചേർന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യനോട് എങ്ങനെ പെരുമാറും, മനുഷ്യനെ കൊണ്ട് അതനുസരിപ്പിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമോ എന്ന് പലപ്പോഴും സംശയിക്കുന്നുണ്ട്. വളരെ ഇപ്പം ഇത് ഉണ്ടാക്കിയവർ തന്നെ ഇപ്പം പേടിച്ചിരിക്കുകയാണ്, ഇതെവിടെ ചെന്ന് നിൽക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ടി വിയിലൊരു ഇത് കണ്ടു, ഒരു റോബോട്ട് വാർത്ത വായിക്കുന്നത് കണ്ടു. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. ചിലർ റോബോട്ടാണ് വാർത്ത വായിക്കുന്നത്. ഒരാൾ കൂടെ നിൽപ്പുണ്ട് അടുത്ത്, റോബോട്ട് വന്ന് വാർത്തകൾ വായിക്കുകയാണ്. ഇപ്പോൾ വാഹനങ്ങളിൽ, ഡ്രൈവറില്ലാത്ത വാഹനങ്ങൾ അനേകം, അമേരിക്കയിലൊക്കെ ഇഷ്ടംപോലെ ടെസ്ല പോലുള്ള കാറുകളുണ്ട്. ഡ്രൈവർമാരൊന്നും ഇല്ല, ഡ്രൈവറൊന്നും വേണ്ട.
നമ്മൾ അതിനകത്ത് കയറി ഇരുന്നിട്ട് പറഞ്ഞാൽ മതി എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുപോയിടും. ഒന്നും അറിയണ്ട, അവിടെ പറയുന്നു നമുക്ക് ഉറങ്ങുവോ എന്താ വേണേൽ ചെയ്യാം. അപ്പോൾ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ യുവതലമുറയുടെ അവസ്ഥയും ചിന്തിച്ചു നോക്കി. നമ്മുടെ കുട്ടികൾ മാത്രമല്ല, എല്ലാ അനേക പേര് മയക്കുമരുന്നിന് അടിമകളായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. MDMA, LSD അങ്ങനെയുള്ള മാരകമായ മരുന്നുകൾ. കാരണം ഇതിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പണ്ട് മദ്യപിച്ചവരെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. അവർ ആടി നടക്കുകയും സ്മെല്ലടിക്കുകയും അല്ലെങ്കിൽ ഒക്കെ ആണ് പണ്ട് ഈസി ആയിട്ട് ഊതിച്ചു കഴിഞ്ഞാൽ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഇപ്പം മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ. ഇപ്പോഴത്തെ ഈ മയക്കുമരുന്നുകൾ അത് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ടെസ്റ്റുകൾ വികസിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ ഇത് കണ്ടുപിടിക്കാൻ, അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നമ്മൾ TV-യിലൊക്കെ കാണുന്ന അതിശയം വരും. പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ ആക്രമിക്കുകയാണ് ആൾക്കാർ. കാരണം എന്താ? മയക്കുമരുന്ന് അവന് ബോധമില്ല, എന്താ ചെയ്യുന്നത് അവൻ അറിയത്തില്ല. അവൻ്റെ ബുദ്ധിയെ കംപ്ലീറ്റ് ആയിട്ട് ഇത് എടുത്ത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്ഷൽ പെർവേർഷൻസ് എന്തുമാത്രമാണ്. കേട്ടില്ലേ? ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ലെസ്ബിയനിസം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലം ഏറ്റവും മ്ലേച്ഛകരമായ ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. അവർ പറയുന്ന ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുന്നു. നമ്മൾ വിചാരിക്കും എന്താ ദൈവം എന്താ ഇവന്മാരെ ഒന്നും കൊല്ലാത്തത് അല്ലേ? എന്തോ ഇത്രയും ദൈവത്തിനെതിരെ ദോഷമായിട്ട് പറയുന്ന ഇവരെല്ലാം അങ്ങ് നശിപ്പിക്കാത്തത് എന്താ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. പക്ഷെ ദൈവത്തിന് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? നമ്മൾ തന്നെ രക്ഷിക്കപ്പെടണമെന്ന് ദൈവം നമ്മളെ നിർബന്ധിച്ചാണോ? നീ രക്ഷിക്കപ്പെട്ടേ പറ്റൂ. അല്ലെ ഒരു ദൂതൻ വന്ന് പറയടാ നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടില്ലേ, നിങ്ങളെല്ലാം ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവരും മനസ്സാരപ്പെടുമായിരുന്നു. പക്ഷേ ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഒരു വില്ല് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി, എന്നെ അനുസരിച്ചാൽ മതി. ഇത് എന്നുള്ള നിലയിലാണ് പോകുന്നത്. അപ്പോൾ ഈ കാലങ്ങൾ വന്ന് ഈ പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ, സഭയിലെ മാറ്റങ്ങളും ചിന്തിച്ചു നോക്കിയേ. എന്തുമാത്രം ദുരുപദേശം പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരെയാണ് നാം കാണുന്നത്. ഒരു കൂട്ടർ പറയുന്ന ഇത് കൃപായുഗമാണ്, അപ്പൊ ഏത് പാപം ചെയ്തോ ഒരു കുഴപ്പമില്ല, ദൈവം നമുക്കെല്ലാവരുടെയും പാപത്തിന് വേണ്ടി മരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്ത് പാപം വേണം ചെയ്താൽ നിങ്ങൾ കൃപയിലോട്ടാണ് വീഴുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നൊരു കൂട്ടരുണ്ട്. എന്ത് വേണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ അനേക സഭകൾ, നമ്മുടെ സഭകളിലൊക്കെ ആൾ കുറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഓരോ ചിട്ടകളുണ്ട്, അല്ലെങ്കിൽ നാം തുടർന്നു പോകുന്ന ദൈവവചന പ്രകാരം കൃത്യമായിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇതൊന്നും ചോദിക്കാത്ത സഭകളിൽ ഇഷ്ടംപോലെ ആളാണ്. നമുക്ക് അനേക കാര്യങ്ങൾ എനിക്കറിയാം. ഈ മറ്റ് കർത്തൃമേശ പങ്കെടുക്കാനും പറ്റും അവർക്ക്. അവർ വരിക, അവരെല്ലാവർക്കും ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ് എല്ലാവർക്കും. ഹിന്ദുക്കൾ പോലും വന്ന് കർത്തൃമേശ അതുപോലത്തെ അപ്പവും വീഞ്ഞും കഴിച്ചിട്ട് പോകുന്നവരുണ്ട്. എന്നിട്ട് അവർ ഒരിക്കൽ ഒരാൾ പറഞ്ഞു കേട്ടതാണ്, അവിടെ ചെല്ലുമ്പോൾ അവിടെ കുർബാനയൊക്കെ ഞങ്ങൾക്ക് തരുമെന്ന്. ഹിന്ദുവാ, അവർ ദൈവവിശ്വാസമൊന്നുമില്ല, അവരിങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ്. ആഘോഷമായിട്ട് പോയി വലിയ അവിടുത്തെ ഈ പറഞ്ഞ ആ പാട്ടും ബഹളവും എല്ലാം കേട്ട് സന്തോഷിച്ച് വലിയ കൈയൊക്കെ ഉയർത്തി വലിയ വലിയ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ഇവർ പോവുകയാണ്, കുർബാന കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ കാലം അങ്ങനെ അത്ര യാതൊരു ഒരു വ്യവസ്ഥയും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? നമ്മുടെ കുടുംബങ്ങളിൽ, സഭകളിൽ, ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ യൂദയുടെ ലേഖനം 7-ാം വാക്യം ഒന്ന് വായിക്കാം. യൂദയുടെ ലേഖനം 7-ാം വാക്യം. Jude chapter verse 7. അതുപോലെ സ്വതവും ഗോമരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ വിദ്യാർത്ഥിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം അന്ത്യകാലത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കും എന്നുള്ളത് ദൈവവചനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനകത്തൊന്നും പെടാതെ ഈ ഒരു നമ്മെ വലിച്ചെടുത്തോണ്ട് പോകുന്ന, പണ്ടൊക്കെ ഒരാൾ തെറ്റിപ്പോകണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമായിരുന്നു. ഇപ്പം നമ്മുടെ ഫോണിലുണ്ട് എല്ലാ കാര്യങ്ങളും, ലോകത്തുള്ള സകല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ കിട്ടും.
പോൺ കാണണമെങ്കിൽ പോണം, എന്ത് കാര്യം വേണേലും കിട്ടും. അതിനൊക്കെ അടിമകളായിട്ട്, സോഷ്യൽ മീഡിയയ്ക്ക് അടിമകളായിട്ട്, അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ കാര്യങ്ങൾ അടിപ്പെട്ട് ഒരു ലഹരിയായിട്ട് കൊണ്ടു നടക്കുന്ന അനേകം പേരെ നമുക്കിന്ന് കാണുവാൻ കഴിയും. അവർക്കതാണ് മറ്റൊന്നും, അവർക്കിത് ഇല്ലാതെ പറ്റത്തില്ല. ഒരു മിനിറ്റ് ഫോണൊന്ന് മാറിയിരുന്നാൽ ഭയങ്കര ടെൻഷനും പ്രയാസവുമാണ്. എന്തോ എത്ര പേരെന്നെ വിളിച്ചു കാണും, എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് ആദി പിടിച്ച മനോരോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അനേകം പേരുടെ കാര്യങ്ങൾ കുട്ടികളായാലും വലിയവരായാലും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവരൊക്കെ ലഹരി വിരുദ്ധ കേന്ദ്രങ്ങളിലാക്കിയിരിക്കുകയാണ്. കാരണം ഇത് സ്വയമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈ മദ്യപാനം, പുകവലി പോലെയുള്ള മാരകമായിട്ടുള്ള അഡിക്ഷനിലേക്കാണ് ഇതും നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നമ്മൾ ഓർത്ത് നോക്കി, നമ്മളും ആ ഒരു ലെവലിലോട്ട് എത്തുമോ? നമുക്ക് തന്നെ നമ്മുടെ ഇത് ഫേസ്ബുക്ക് നോക്കണം, എൻ്റെ ഫ്രണ്ട്സിനെ നോക്കണം. ആളുകൾ തമ്മിൽ യാതൊരു വ്യക്തിബന്ധങ്ങളുമില്ല. ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ് എല്ലാവരും. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒന്നുമില്ല. അതിന് സമയമില്ല. എല്ലാം ഫേസ്ബുക്കിലൊക്കെ കൂടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫോണിൽ കൂടാണ് പറയുന്നത് കാര്യങ്ങൾ എല്ലാം. ആളുകൾ പോലും വേറെയാണ്. എനിക്കിപ്പോൾ ഫേക്കായിട്ടൊരു ID ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരാളായിട്ട് ഒരാളുമായിട്ട് സംസാരിക്കുക. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നു. ഡെയിലി നമുക്ക് കേൾക്കുന്ന കാര്യങ്ങളാണ്. നല്ല സുന്ദരികളായിട്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ആളുകളെ പലരും കെണിയിൽ വീഴ്ത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ എന്തുമാത്രം തട്ടിപ്പുകളാണ് നടക്കുന്നത് ലോകത്ത്. ഈ കഴിഞ്ഞ ദിവസം വായിച്ചാണ് ഒരാളുടെ 48 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ഒരു സ്ത്രീകൾ 2 സ്ത്രീകളാണ് അതിന് മുൻകൈ എടുത്ത് 48 ലക്ഷം രൂപ തട്ടിച്ച്. ഇപ്പോൾ ഈ AI വന്നിട്ട് കൃത്രിമമായിട്ട് മനുഷ്യ സ്വരൂപം എന്നെപ്പോലെ ഒരാളിനെ അവർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നതായിട്ട്, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നതായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുവാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് പൈസയുടെ ആവശ്യമുണ്ട്, ഞാൻ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, എന്നെ സഹായിക്കണം എന്ന് ഞാൻ അറിയാതെ എൻ്റെ അക്കൗണ്ടിൽ കയറി എന്നെപ്പോലുള്ള ഒരു വ്യക്തിയെ എൻ്റെ ഫേസും എല്ലാം എടുത്ത് ഞാൻ സംസാരിക്കുന്ന രീതിയിൽ പോലും കാര്യങ്ങൾ പറഞ്ഞിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കി, അങ്ങനെ അത്രമാത്രം മനുഷ്യൻ പുരോഗതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു ശാസ്ത്ര സാങ്കേതികത്തിലുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിനനുസരിച്ച് മനുഷ്യൻ്റെ സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമ്മിൽ സ്നേഹമില്ല. അണുകുടുംബങ്ങളാണ് ഇപ്പോൾ. മാതാപിതാക്കളോട് സ്നേഹമില്ല, മക്കളോട് സ്നേഹമില്ല. ഇപ്പോൾ അനേകം പേർ കല്യാണം പോലും കഴിക്കണ്ട. ഇപ്പം അനേകം പേര് പറഞ്ഞോ കല്യാണം വലിയ തൊല്ലയാണ്, ശല്യമാണ്. പിള്ളേരാണെ ഒട്ടുമേ വേണ്ട. പിള്ളേരെ കൊണ്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്താണ് ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കും? അതുപോലെ മാരേജസ് ഒന്നും വേണ്ട. ഇപ്പം ലിവിങ് ടുഗദറാണ് എല്ലാവരും, അല്ലേ? ലിവിങ് ടുഗദർ വർഷങ്ങളോളം. പണ്ടൊക്കെ അമേരിക്കയിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും വലിയ മെട്രോ നഗരങ്ങളിലും എല്ലായിടത്തും ലിവിങ് ടുഗദർ. എന്തിനാ കല്യാണം കഴിക്കുന്നത്? എപ്പോൾ വേണേലും ഇട്ടിട്ട് അങ്ങ് പോവാം. നമ്മുടെ ഇത്രയും വർഷം ഒരുമിച്ച് ചോദിച്ചു, ഇനി ഞാൻ വേറെ ആളുടെ കൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിൽ, വിശ്വാസ ജീവിതത്തിൽ എത്രമാത്രം നമ്മെ ബാധിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ ജീവിതത്തിന് അത് എത്രമാത്രം തടസ്സമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അതിന് നമ്മെ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് കഴിയണം. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം വേണം. ഇതിപ്പം നെറ്റില്ലാതെ, ഫോണില്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കടയിൽ ചെന്ന് സാധനം വാങ്ങിച്ചാലും ഇപ്പം കുട്ടികളൊക്കെ 5 രൂപയാണെങ്കിൽ പോലും അവർ ഉടനെ ഗൂഗിൾ പേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 5 രൂപ പോലും കയ്യിലില്ല, ആരുടെ ഒരു നയാ പൈസ കയ്യിലില്ല. ഫോൺ മതി. ഫോൺ വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഒരു പൈസയും കൈ വേണ്ട, എന്താ വേണമെങ്കിലും ചെയ്യാം. ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്, ഏത് ട്രാൻസാക്ഷൻ വേണമെങ്കിലും നടത്താം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള എപ്പോഴും അതിൽ ശ്രദ്ധ തിരിച്ച് 12, 13 മണിക്കൂർ, 14 മണിക്കൂറൊക്കെ ഈ ഫോണുമായിട്ട് അല്ലെങ്കിൽ ഈ ഇതുപോലത്തെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് മനുഷ്യബന്ധങ്ങളിലെ ആ ഒരു ഊഷ്മളത നഷ്ടപ്പെട്ട് ആളുകൾ പലർക്കും സംസാരിക്കാൻ പോലും അറിയത്തില്ല. കുട്ടികൾ 3 വയസ്സാകുമ്പോഴേ ഇതെടുത്താൻ കൊടുക്കും ഫോൺ. അതുകൊണ്ട് കുട്ടികൾ സംസാരിക്കത്തില്ല, അവർക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഒന്നും വേണ്ട, ഒരേ വീട്ടിൽ തന്നെ മേളത്തെ റൂമിലുള്ള മകനോട് വിളിക്കുന്ന ഫുഡ് റെഡിയായി വന്ന് കഴിച്ചോ, മെസ്സേജായി, ടെക്സ്റ്റ് മെസ്സേജായിരുന്നു, അല്ലേ? കാലം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്ത് ഒരു ടേബിളിൽ ഒന്നിച്ചിരുന്ന് സന്തോഷിച്ച് ദൈവത്തെ വിളിച്ചുകൊണ്ട് പാട്ടും പ്രാർത്ഥനയോ അങ്ങനെയൊന്നും ഇപ്പം നമുക്ക് കാണാൻ കഴിയത്തില്ല. വളരെ വിരളമാണ്. ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുറഞ്ഞു, സ്നേഹം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു കാലത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇതൊക്കെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനേക കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കെണികളിൽ പെടാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് വളരെ പശ്ചാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നാം ഈ സൗകര്യങ്ങൾ ഇന്നത്തെ മോഡേണായിട്ടുള്ള അമ്യൂണിറ്റീസ് നാം യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അതിന്മേൽ നിയന്ത്രണം വേണം. അത് നമ്മെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലോട്ട് വരരുത്. അതിന് ഏറിയ ദൈവകൃപ നമുക്ക് ആവശ്യമുണ്ട്. പശ്ചാത്മാവിൻ്റെ ആ ഒരു കൺട്രോൾ. എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്ന കാര്യം ചെയ്യുന്നു, അത് ശരിയാണോ, അത് ഞാൻ പോണോ, അത് തെറ്റാണോ, ആ പരിശുദ്ധാത്മാവിൻ്റെ മന്ത്രണം നാം ശ്രദ്ധിച്ചുകൊണ്ട് ദൈവമേ ഇതെനിക്ക് പറ്റുന്നതാണോ, കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന് ഇത് ഹിതകരമാണോ, ഞാൻ ഈ ചെയ്യുന്ന ഈ കാര്യം അല്ലെങ്കിൽ ഞാൻ ഏർപ്പെടുന്ന ഈ കാര്യങ്ങൾ ദൈവത്തിന് ഹിതകരമാണോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ കാലം അവസാനിക്കാറായി. കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് യുദ്ധങ്ങൾ, ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. എന്തുമാത്രം യുദ്ധങ്ങളാണ് നടക്കുന്നത്. മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെ പറ്റിയൊക്കെ വായിച്ചാൽ നമ്മുടെ മനസ്സ് മരവിച്ചു പോകും. കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നു തള്ളുകയാണ്, ബോംബിട്ട് കൊല്ലുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഒരു ദാക്ഷിണ്യവുമില്ലാതെ. അത്ര കാലം വളരെ മോശപ്പെട്ട ഈ കാലത്തിൽ വിശ്വാസികളായ നമുക്ക്, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കന്മാർ എല്ലാവരെയും നമുക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരോടടുത്ത് സമയം ചെലവില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരോട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആ സഭയിലുള്ള ഊഷ്മളമായ ബന്ധം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ട്. വളരെ മോശപ്പെട്ട ഒരു കാര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ എല്ലാ മുൻകരുതലുകളും നാം എടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിലും നിങ്ങളെ ഒന്ന് ഉദ്ദീപിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എങ്ങനെ ഒക്കെ എനിക്ക് ഓരോ ദിനം തോറും വിശുദ്ധിയുടെ നമുക്ക് ആരും പെർഫെക്റ്റ് അല്ല, ആരും 100% പെർഫെക്റ്റ് ആണെന്ന് ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റുകയില്ല. ദിനം തോറും ആ വിശുദ്ധിയിൽ പൂർണ്ണത കൈവരിക്കുവാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദിനം തോറും നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ എല്ലാ ഡീലിങ്സും ദൈവത്തിന് ഹിതകരമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അനുദിനം ദൈവത്തിൽ അടിയുറച്ചുകൊണ്ട് ആ പശ്ചാത്മാവിൻ്റെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.